സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ച് നമ്മുടെ ആദ്യ ദശകങ്ങളിലെല്ലാം തന്നെ ഇവിടെ വിറ്റഴിച്ചിരുന്ന ഇന്ത്യൻ വാഹനങ്ങളായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങൾ. അതുപോലെ തന്നെ പ്രീമിയർ മോട്ടോഴ്സ് ഫിയറ്റിൻ്റെ കൊളാബറേഷനിൽ നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങൾ. ഇതുകൂടാതെ മൂന്നാമത് ഒരു കമ്പനി കൂടി ഉണ്ടായിരുന്നു. മറ്റു രണ്ടു വാഹനങ്ങളും ഫിയറ്റ് ബോംബെയിലാണ് നിർമ്മിച്ചിരുന്നത്. ഹിന്ദുസ്ഥാൻ മോട്ടോർ അംബാസഡർ നിർമ്മിച്ചിരുന്നത് കൽക്കത്തയിലും അതുപോലെ മധ്യപ്രദേശിലും പ്ലാന്റിലായിരുന്നു. തെക്കേ ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ വാഹന നിർമ്മാതാക്കളുടെ ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈ നഗരത്തിൽ ആദ്യമായിട്ട് ഒരു വാഹന നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കുന്നത് 1948 സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് അംബാസഡറിൽ നിന്നും ഫിയറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാറുകളാണ് നിർമ്മിച്ചിരുന്നത്. സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് 1948 ബ്രിട്ടനിലെ ട്രയംഫ് മോട്ടോഴ്സുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ട്രയംഫ് ഇന്ന് നമ്മൾ ട്രയംഫ് ബൈക്കുകളെ കുറിച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. അതേ ട്രയംഫിൻ്റെ കാറുകളാണ് ഇവിടെ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. ആദ്യമായിട്ട് അവർ നിർമ്മിച്ച വാഹനം വാൻഗാർഡ് എന്ന ഒരു വലിയ കാറായി. വാൻഗാർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാൻഗാർഡ് യൂറോപ്പിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ ഡിസൈനിൽ വന്നിരുന്ന ഒരു ലക്ഷറി കാറായിരുന്നു. ആ വാഹനമാണ് ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആരംഭിച്ചത്. സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിന് കേരളവുമായിട്ട് ഒരു ബന്ധമുണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ കൊച്ചുമകൻ കാർത്തിക് നാരായൺ ആയിരുന്നു അതിലെ ഒരു പാർട്ട്ണർ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദമെടുത്തതിന് ശേഷമാണ് ഈ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൽ ജോയിൻ ചെയ്യുന്നതും അതിൻ്റെ പാർട്ട്ണറായി മാറുന്നു. അപ്പോൾ വാൻഗാർഡ് എന്ന് പറയുന്ന ഈ ലക്ഷറി കാർ അവർ 1951 മുതൽ 1963 വരെ നിർമ്മിച്ചു. വാൻഗാർഡിൻ്റെ 3 മോഡലുകളാണ് അവർ ഇവിടെ ഇന്ത്യയിൽ നിർമ്മിച്ചത്. അത് അംബാസഡറിനേക്കാളും അതുപോലെ തന്നെ ഫിയറ്റിനേക്കാളൊക്കെ വലിയൊരു വാഹനമായിരുന്നു. ആ വാഹനമാണ് ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഞ്ചിനും മറ്റും ബ്രിട്ടീഷ് ട്രയംഫിൽ നിന്നാണ് ഇത് പൂർണ്ണമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അസംബ്ലി ചെയ്യുന്ന രീതിയായിരുന്നു ആദ്യം അവർ സ്വീകരിച്ചത്. അതിനുശേഷമാണ് അവർ ചെറിയ കാറുകൾ ആദ്യമായി വാൻഗാർഡ് നിർമ്മിച്ച ചെറിയ കാറുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് കമ്പനി ആലോചിക്കുന്നത്. അംബാസഡറിൽ നിന്നും അതുപോലെ തന്നെ പ്രീമിയർ പത്മിനിയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാറുകളായിരുന്നു. 1900 തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആദ്യം അവരിറക്കിയ ഒരു പാസഞ്ചർ കാർ വാൻഗാർഡിന് ശേഷം അവരിറക്കുന്നത് സ്റ്റാൻഡേർഡ് 8 എന്ന ഒരു വാഹനമാണ്. സ്റ്റാൻഡേർഡ് വളരെ ചെറിയൊരു വാഹനമായിരുന്നു, കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു വാഹനമായിരുന്നു സ്റ്റാൻഡേർഡ് 8. സ്റ്റാൻഡേർഡ് 8 ട്രയംഫ് 8ൻ്റെ അതേ ഒരു ബോഡി തന്നെയാണ്. അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് 8 ആയിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അത് 1949 അതിൻ്റെ നിർമ്മാണം അവർ തുടങ്ങുന്നത്. പിന്നീട് സ്റ്റാൻഡേർഡ് 8 തന്നെ കുറച്ച് വ്യത്യാസമിട്ടിട്ട് സ്റ്റാൻഡേർഡ് 10 ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 10 എന്ന വാഹനത്തിന് പെനൻ്റ് എന്ന് കൂടി നമ്മൾ അതിന് വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് 10 ആദ്യം ഉൽപ്പാദനം തുടങ്ങി, അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് പെനൻ്റ് വന്നു. സ്റ്റാൻഡേർഡ് പെനൻ്റ് വളരെ നല്ലൊരു കാറായിരുന്നു, വളരെ ചെറിയൊരു വാഹനമാണ്. പക്ഷേ വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു സ്റ്റാൻഡേർഡ് 10. സ്റ്റാൻഡേർഡ് 10 അവർ ഈ പീരീഡിൽ 55 മുതൽ 61 വരെയുള്ള പീരീഡിലാണ് അവർ സ്റ്റാൻഡേർഡ് 10 നിർമ്മിച്ചത്. സ്റ്റാൻഡേർഡ് 10 ശേഷമാണ് ഈ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം വരുന്നത്. അതായിരുന്നു സ്റ്റാൻഡേർഡ് ഹെറാൾഡ്. സ്റ്റാൻഡേർഡ് ഹെറാൾഡ് അന്ന് യുവാക്കളുടെയും അതുപോലെ തന്നെ വളരെ സ്പോർട്സ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു ഇഷ്ടവാഹനമായിരുന്നു സ്റ്റാൻഡേർഡ് ഹെറാൾഡ്. സ്റ്റാൻഡേർഡ് ഹെറാൾഡ് മാർക്ക് 1 എന്ന വാഹനമാണ് ആദ്യമായിട്ട് അവർ വിപണിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹെറാൾഡിന്റെ എല്ലാ രീതിയിലും അത് മറ്റ് വാഹനങ്ങളിൽ നിന്ന്, ഫിയറ്റിൽ നിന്ന് അംബാസഡറിന് വ്യത്യസ്തമായിരുന്നു. അതായത് അതിൻ്റെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിയറ്റും അംബാസഡറും എല്ലാം തന്നെ അതിൻ്റെ ചേസസ് വെൽഡ് ചെയ്തിട്ടുള്ള ബോഡിയാണ് വന്നിരുന്നത്. പകരം ഇതിൽ വരുന്ന എല്ലാം ഊരി മാറ്റാവുന്ന രീതിയിൽ ആ ചേസിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ബോഡി പാർട്സ് എല്ലാം സ്ക്രൂ ചെയ്തിട്ടുള്ള മെത്തേഡിലാണ് ഈ വാഹനം ഇറങ്ങിയിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അതിന് ബാക്ക് ആക്സിൽ മറ്റു വാഹനങ്ങളിൽ നിന്ന്, മറ്റ് അന്നുള്ള സാമ്പ്രദായികമായ വാഹനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. കാരണം അതിന് ഫ്ലോട്ടിംഗ് ഹൗസിംഗ് ആണ് ഉണ്ടായിരുന്നത്. അത് മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഹൗസിങ്ങിലേക്ക് ആക്സിലുകൾ ചെരിഞ്ഞ് ആണ് അതിനകത്തോട്ട് ഫിറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ആക്സിലിൻ്റെ മുകളിൽ ഈ ആക്സിൽ കവർ ട്യൂബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാഹനം ഇംഗ്ലണ്ടിൽ ഇത് ഒരു സ്പോർട്സ് വാഹനമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈ വാഹനത്തിൻ്റെ ആക്സിലുകൾ ഇങ്ങനെ മുകളിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ആക്സിലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ടയറുകൾ വീണ്ടും വിടരുകയും, അതുപോലെ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ടേണിങ് സ്കിഡ് ചെയ്യാതിരിക്കാൻ അത് ഈ ട്രയംഫ് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. അതിൻ്റെ ധാരാളം അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു, ദോഷങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഗുണമുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം വളരെ സ്റ്റേബിളായിരുന്നു. കാരണം വീലുകൾ വിടരുകയും അങ്ങനെ ബ്രേക്കിംഗ് ഈവനായിട്ട് വരികയും ചെയ്യും. നമ്മുടെ ABS ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ABS ഒന്നും ഇല്ലാത്ത കാലത്തിൽ ഈ ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ രീതിയിലുള്ള മെത്തേഡ് അവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലുകൾ പലപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ആ ഫോഴ്സ് താങ്ങാനാവാതെ ബാക്ക് ആക്സിൽ മുറിഞ്ഞു പോവുക എന്നുള്ളത് ഈ ഹെറാൾഡിനെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായി സംഭവിച്ചിരുന്നു. പിന്നീട് അത് വണ്ടികൾ പഴകാൻ തുടങ്ങിയപ്പോൾ അത് വളരെ കൂടുതലായി. കാരണം ഹെറാൾഡുമായിട്ട് റോഡിലിറങ്ങി കഴിഞ്ഞാൽ 2 ആക്സിലെങ്കിലും ഒക്കെ ഡിക്കിയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വാഹനമായിട്ട് ഇറങ്ങാൻ സാധിക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എപ്പോഴാണ് ഈ സാധനം ഊരി പോകുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഈ മാർക്ക് 1 തൊട്ട് മാർക്ക് 1ഉം മാർക്ക് 2 രണ്ടും 2 ഡോർ വെർഷൻസ് ആയിരുന്നു. 2 ഡോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിലെ 2 ഡോർ, സീറ്റ് മടക്കിയാണ് പുറകിലേക്ക് കയറിയിരുന്നത്. അപ്പോൾ ഈ 2 ഡോർ വേർഷനായിരുന്നു. പക്ഷെ അത് കാണാൻ വളരെയധികം വളരെ ഭംഗിയുള്ള മോഡലായിരുന്നു. അത് ഒരു ഇറ്റാലിയൻ ഡിസൈൻ ആയിരുന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ഡിസൈനായിട്ടുള്ള ജിയോന്നിയുടെ ഡിസൈനായിരുന്നു ഈ കാർ. അപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ബക്കറ്റ് സീറ്റുകൾ, ഇന്ന് നമ്മൾ എല്ലാ വാഹനങ്ങളിലും കോമൺ ആയിട്ടുള്ള ബക്കറ്റ് സീറ്റുകൾ ആദ്യമായിട്ട് വരുന്നത് ഈ കാറിലായിരുന്നു. അതുപോലെ കൺവേർട്ടബിൾ ആയിട്ടുള്ള കാറുകൾ, ടൂറർ കാറുകൾ ഇറക്കിയിരുന്നത് ഏക കമ്പനി, ഇന്ത്യയിൽ ടൂറർ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഏക കമ്പനി സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ആയിരുന്നു. ഈ ഹെറാൾഡ് കാറുകളിൽ നിന്ന് നമുക്ക് സോഫ്റ്റ് ബോഡി വേർഷനിലും ഹാർഡ് ബോഡി വേർഷനിലും നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ മാർക്ക് 1 വന്നതിന് ശേഷം അംബാസഡർ ഇത് ഹെറാൾഡിൻ്റെ സ്റ്റാൻഡേർഡ് ഹെറാൾഡിൻ്റെ മാർക്ക് 1 വന്നപ്പോൾ അത് അക്കാലത്തെ യുവാക്കളുടെ ഇടയിലും ധാരാളം സിനിമകളിലൊക്കെ, നമ്മൾ ഇപ്പോഴും പഴയ ഹിന്ദി സിനിമകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ കാറിൽ, സ്റ്റാൻഡേർഡ് ഹെറാൾഡ് കാറിൽ പലപ്പോഴും പല ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ആ കാലത്ത് വളരെ പോപ്പുലറായിട്ട് വന്ന ഒരു വാഹനമായിരുന്നു മാർക്ക് 1 ഹെറാൾഡ്. മാർക്ക് 1 ഹെറാൾഡിന് ശേഷം മാർക്ക് 2 ഹെറാൾഡ് ആണ് അവരെ കമ്പനി ഇറക്കിയത്. അത് 67 67ലാണ് ഈ മാർക്ക് 2 ഹെറാൾഡ് വരുന്നത്. മാർക്ക് 2 ഹെറാൾഡിൻ്റെ അതിൻ്റെ ബോണറ്റിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഫ്രണ്ട് ഇതിലൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടാണ് അവർ മാർക്ക് 2 ഹെറാൾഡ് ഇറക്കിയത്.
അതിനെ തുടർന്ന് അവർ മാർക്ക് 3 ഹെറാൾഡ് ഇറക്കുന്നുണ്ട്. മാർക്ക് 3 ഹെറാൾഡ് അതിൽ വരുന്ന വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ വാഹനത്തിന് തന്നെ 4 വാതിലുകളുണ്ട്, 4 ഡോർ കാറായി വന്നു. കാരണം 2 ഡോർ കാറിന്റെ ഡിമാൻഡ് കുറവായിരുന്നതിനാൽ അവര് ഇതേ മാർക്ക് 2 ഹെറാൾഡ് തന്നെ 4 ഡോർ ആയിട്ടാണ് അവർ ഇറക്കിയത്. ദാറ്റ് ഈസ് 4 ഡോർ മാർക്ക് 3 ഹെറാൾഡ്. മാർക്ക് 3 ഹെറാൾഡ് വരുമ്പോഴേക്ക് ഇതിനെല്ലാം ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ 948 cc ഉള്ള 948 cc ഉള്ള ട്രയംഫിന്റെ എഞ്ചിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ട്രയംഫിന്റെ എഞ്ചിൻ തന്നെയാണ്, അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് 10 മുതലുള്ള വാഹനങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. സ്റ്റാൻഡേർഡ് 10, അതുപോലെ ഹെറാൾഡ് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ഇതിലെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നത് ഈ എഞ്ചിനാണ്. ആ എഞ്ചിൻ യഥാർത്ഥത്തിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ തരുന്ന ഒരു എഞ്ചിനായിരുന്നു ഈ 3 വാഹനങ്ങളിലും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഹെറാൾഡിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ബോണറ്റ് തുറക്കുന്നത് മുന്നിലേക്കാണ്, മുഴുവനായിട്ട് തുറക്കാൻ സാധിക്കും. അതായത് ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ എഞ്ചിനും എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഈ ബോണറ്റ് ഒന്നായിട്ട് ഗ്രില്ലടക്കം മുന്നിലേക്ക് തുറക്കുന്ന രീതിയിലായിരുന്നു ആ ബോണറ്റ് ഉണ്ടായിരുന്നത്. ആ ബോണറ്റിന് പക്ഷേ പിൽക്കാലങ്ങളിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോയി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ ക്ലിപ്പ് വിട്ടിട്ട് ഈ ബോണറ്റ് മുന്നിലേക്ക് തുറന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാൻഡേർഡ് ഹെറാൾഡിന്റെ ഒരു കാലഘട്ടം ഈ 74 വരെയാണ്, 1974 വരെയാണ് സ്റ്റാൻഡേർഡ് ഹെറാൾഡിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഹെറാൾഡ് കാറുകളാണ് ഇന്നും സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിന്റെ സ്മരണയായിട്ട് നമ്മൾ നിൽക്കുന്നത്. കാരണം മറ്റു കാറിൽ സ്റ്റാൻഡേർഡ് 10 തുടങ്ങിയ കാറുകളെല്ലാം തന്നെ ഇന്ന് നമ്മൾ സ്മരണയിൽ വാൻഗാർഡൊക്കെ ആ കാലത്തും അധികം വാഹനങ്ങളൊന്നും ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് 10 കുറേയധികം വാഹനങ്ങൾ ഇറങ്ങിയിരുന്നു. ഹെറാൾഡ്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ഈ കാറുകളാണ് 1974 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിനെ അടയാളപ്പെടുത്തുന്നത്.